അങ്ങനെ പിറ്റേ ദിവസം പ്രഭാത ഭക്ഷണം കഴിച്ച് ഞങ്ങളിന്ന് കൊറിയനോട് വിട പറയുകയാണ്. ഇവിടെ വന്ന് ജപ്പാൻ, കൊറിയ അടക്കം 10-15 ദിവസത്തോളം ഞങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബത്തെ പോലെയായിരുന്നു. ഇന്ന് എല്ലാവരും അവരവരുടെ വീട്ടുകളിലേക്ക് തിരിച്ചു പോവുകയാണ്. എല്ലാവരും നല്ല നല്ല ഓർമ്മകളും മറ്റുമെല്ലാം മനസ്സിലൊതുക്കി ജപ്പാനും കൊറിയയും കണ്ടുകൊണ്ട് ഞങ്ങൾ എല്ലാവരും തിരിച്ച് അവരവരുടെ നാടുകളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് എയർപോർട്ടിലേക്കാണ്. എയർപോർട്ടിൽ നിന്നും ഫ്ലൈറ്റ് കയറി ഞാൻ കൊച്ചിയിലേക്ക് പോകും. ഇവർ എല്ലാവരും ട്രിവാൻഡ്രത്തിലേക്കാണ് പോകുന്നത്. ടെർമിനൽ 1 നിന്നാണ് ഞങ്ങളുടെ യാത്ര. ഞങ്ങളുടെ ബസ് അങ്ങനെ ടെർമിനൽ 1ലേക്ക് എത്തിയിരിക്കുന്നു. ഉള്ളിലുള്ള എല്ലാവരും വീഡിയോ മറ്റും എല്ലാം എടുക്കുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. ഓരോരുത്തരും അവരവരുടെ ബാഗുകളും മറ്റും എല്ലാം എടുത്തു. അങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. ഇതാണ് ഇവിടുത്തെ എയർപോർട്ടിൻ്റെ ഉൾഭാഗം. ഞാനങ്ങനെ ഒരു ലോഞ്ചിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതാണ് ഇവിടുത്തെ ബിസിനസ് ക്ലാസ് ലോഞ്ച്. കൊറിയയുടെ സിയോൾ എന്ന് പറഞ്ഞ ക്യാപിറ്റലിലെ ബിസിനസ് ക്ലാസ് ലോഞ്ചാണിത്. അവിടെ കുറച്ച് നേരം ഇരുന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് ഞാൻ കുറച്ച് നേരം സമയം അവിടെ കളഞ്ഞു. അതിനുശേഷം സമയമെടുത്തപ്പോൾ ഞാൻ ഫ്ലൈറ്റിലേക്ക് കയറി. ഇതാണ് എൻ്റെ ബിസിനസ് ക്ലാസ് ക്യാബിൻ. ഇവിടെയാണ് എൻ്റെ സീറ്റ്. ഞാൻ അതിൻ്റെ എല്ലാം ചിത്രീകരണം എടുത്തുകൊണ്ട് ഇരുന്നു. അങ്ങനെ പതുക്കെ ഫ്ലൈറ്റ് മുന്നോട്ട് നീങ്ങി. പുറത്ത് നിങ്ങളിപ്പോൾ കാണുന്ന ലുഫ്താൻസ ഫ്ലൈറ്റാണ്. ജർമ്മൻ ഫ്ലൈറ്റാണത്. ഇതാണ് കൊറിയയുടെ എയർപോർട്ട്. അങ്ങനെ നീണ്ട ജപ്പാൻ, കൊറിയയുടെ ഓർമ്മകളും എല്ലാം മനസ്സിലൊതുക്കിക്കൊണ്ട് ഞാനും കൊറിയൻ മണ്ണിനോട് തൽക്കാലം യാത്ര പറഞ്ഞ് എൻ്റെ ഫ്ലൈറ്റ് പയ്യെ പൊന്തി. താഴെ കൊറിയയുടെ ഇൻഫ്രാസ്ട്രക്ചറും മറ്റും എല്ലാം കാണാം. അങ്ങനെ കടലിൻ്റെ മുകളിലൂടെ, മേഘവാളികളുടെ ഉള്ളിലൂടെ ഞാൻ കൊച്ചിയിലേക്കുള്ള ലക്ഷ്യമിട്ട് അടുത്ത യാത്രയ്ക്കായി ഇരുന്നു.